നമസ്കാരം, സ്വപ്നാസ് ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് മട്ടാഞ്ചേരിയിലുള്ള ഭ്രാന്തൻ കുരിയച്ചൻ എന്ന് വിളിക്കപ്പെടുന്ന പ്രസിദ്ധമായ പള്ളിയിലേക്കാണ്. അവിടുത്തെ വിശേഷങ്ങളുമായി നമുക്കിന്ന് പോകാം. ഒരുപാട് റീൽസിലൂടെയും യൂട്യൂബിലൂടെയും പ്രസിദ്ധമായ ഭ്രാന്തൻ കുരിയച്ചൻ പള്ളി. ഞാനും ഒരുപാട് നാളുകളായി ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇന്നാണ് ദൈവം അനുഗ്രഹിച്ച് അതിനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ അവിടുത്തെ ഐതിഹ്യങ്ങളും ഈ ഭ്രാന്തൻ കുരിയച്ചൻ എന്ന് എന്തുകൊണ്ടാണ് വിളിക്കപ്പെടുന്നുള്ള കാര്യങ്ങളുമായി നമുക്കതിൻ്റെ വിശേഷങ്ങളായി ഇവിടെയുള്ള ചേച്ചി നമുക്ക് സംസാരിക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചേച്ചി തരുന്നതാണ്. വഴി അമ്പലത്തിൽ സ്ഥാപിച്ച കുരിശ്, അതായത് ഡച്ചുകാർ വ്യവസായത്തിന് വന്നപ്പോഴത്തേക്ക് അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോർച്ചുഗീസുകാർ വന്നപ്പോഴത്തേക്ക് ഒരു കുരിശുമായിട്ടാണ് വന്നത്. അപ്പം അങ്ങനെ ഒരു കുരിശ് ഇവിടെ സ്ഥാപിച്ചതാണ്. മട്ടാഞ്ചേരി എന്ന് വന്നതാണ് ഈ മാത്തൻ തരകം എന്ന് പറഞ്ഞ ആളുടെ പേരിനോട് യോജിച്ച് വന്നത്. അതെ അല്ലേ. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളൊക്കെ എന്തൊക്കെയാണ് ചേച്ചിയാണ്? അതായത് പ്രധാനപ്പെട്ട വഴിപാടെന്ന് വെച്ചാൽ ചുറ്റുവിളക്കും പൂമാലയും നേർച്ച. കുരിശിൻ്റെ ആണിയുടെ അവിടെ ഒരു മാല ഇരിപ്പുണ്ട്. അതെടുത്ത് 3 പ്രാവശ്യം തലൊഴിഞ്ഞ് പ്രാർത്ഥിച്ച് കുരിശിൽ തന്നെ സമർപ്പിക്കുക. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം കുരിശിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നേർച്ചില്ല മോഷണം പോയ വസ്തുക്കൾ തിരിച്ചു കിട്ടുന്നതിന് അതൊക്കെ. പണ്ടത്തെ കാലത്ത് ഒരു വ്യവസായിയുടെ പണം മോഷണം പോയിട്ട് അതങ്ങനെ തുടങ്ങിയതാണെങ്കിൽ കുരിശ് ഭ്രാന്താവും എന്നുള്ള ഒരു ഇത് വന്നത്. അപ്പം അങ്ങേര് എല്ലാ ദിവസവും കടയിൽ പോണ മുമ്പ് കുരിശിനോട് പ്രാർത്ഥിക്കും, എൻ്റെ കുരിശ് എൻ്റെ പണം മോഷണം പോയി, അതെനിക്ക് തിരിച്ചു കിട്ടണമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ദിവസം ഈ എടുത്ത ആൾ ഒരു വിഭ്രാന്തി പോലെ വന്നിട്ട് കുരിശിൻ്റെ നടയിൽ കൊണ്ടുവന്ന് തന്നെ ഈ പൈസ കൊണ്ടുവന്ന് വെച്ചെന്നാണ് ഇത്. അതേ തുടർന്നാണല്ലോ വിശ്വാസം. ഇവിടെ ചാപ്പലുണ്ടല്ലേ, ഇതിനോടെ തുടർന്ന് ഉണ്ട്. ആ ചാപ്പലുണ്ടല്ലേ, ചാപ്പലിൽ കുർബാനയൊക്കെ നടക്കുന്നുണ്ട്. കുരിശിൻ്റെ നോവേനയുണ്ട്, നേർച്ചക്കഞ്ഞിയുണ്ട്. ഇവിടെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്കും അതുപോലെ മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ വീണ്ടും കിട്ടുന്നതിനും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുവരെ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു.